കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും നമ്മൾ ഹിയറിംഗ് എയ്ഡ് ഫിറ്റ് ചെയ്യുമ്പോൾ ഒരു ഇയർ മോൾഡ് വെച്ചിട്ടായിരിക്കും ഒരു ബെറ്റർ ഫിറ്റിങ്ങിന് വേണ്ടിയിട്ട് അത് വച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവരൊരു വളരുന്ന ഒരു സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ ഇയർ മോൾഡ് ഇത്ര മാസം കൂടുമ്പോൾ അത് റിപ്പീറ്റായിട്ട് മാറ്റേണ്ടി വരും. ഇല്ലാന്നുണ്ടെങ്കിൽ ബെറ്റർ ഫിറ്റിംഗ് കിട്ടില്ല, സൗണ്ട് ലീക്ക് ചെയ്യും, വിച്ച് വിൽ ഡയറക്ട്ലി അഫക്ട് ദ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, ബട്ട് ഇപ്പോൾ വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു റിസർച്ചേഴ്സ് ദേ ആർ യൂസിങ് AI ടു പ്രഡിക്ട് ദ ഇയർ ഗ്രോത്ത്. അപ്പോൾ ഭാവിയിലത്തേക്കുള്ള അവരുടെ ഇയർ മോൾഡ് അവരുടെ 3D പ്രിൻ്റർ യൂസ് ചെയ്ത് അഡ്വാൻസ്ഡ് ആയിട്ട് ഇയർ മോൾഡ് ഉണ്ടാക്കി കൊടുക്കും. വിച്ച് മീൻസ് അവർക്ക് ക്ലിനിക് വിസിറ്റുകൾ കുറവായിരിക്കും, ബെറ്റർ ഫിറ്റിംഗ്, കൺസിസ്റ്റൻറ്റ് ഹിയറിംഗ് ഡ്യൂറിങ് ദെയർ ക്രിട്ടിക്കൽ ഇയേഴ്സ്. ആലോചിച്ച് നോക്കിയേ, ഓഡിയോളജി മാത്രമല്ല, എല്ലാ മേഖലയും ഒരു പ്രശ്നം, ഒരു ഡയഗ്നോസിസ് വരുന്നു, അതിനെ റിയാക്ട് ചെയ്യുക എന്നതിലുപരി പ്രെഡിക്റ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോഴല്ല, കുറച്ച് നാളായി, ബട്ട് ആ ഒരു ഡെവലപ്മെൻറ്റേ നൈസ്.